പിസ്സ വേണോ? പിസ്സ വേണോ? പിസ്സ വേണോ? എന്നാ വാ കിച്ചണിലോട്ട്. അയ്യട മനമേ, നമ്മൾ രണ്ടും കൂടി ഉണ്ടാക്കാൻ പോണേ. വാ വാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു സിമ്പിൾ പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്കുദാ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പിസ്സയ്ക്ക് നമ്മൾ കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട. നമ്മളൊരു സിമ്പിൾ പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി ഇതേപോലെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ, ഒലിവ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സോസേജ്, ഇതെല്ലാം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ പിസ്സ മേക്ക് ചെയ്യുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിനകത്തൊരു 3 മഞ്ഞ കളർ വരാനുണ്ടോ. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ സോസേജ് മസാലയൊക്കെ പറ്റിയിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് ക്ലീൻ ചെയ്തിട്ടൊന്നും ആ ഒരു മഞ്ഞ കളർ ആ ഒരു പ്ലേറ്റിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. അതാണ് ആ ഒരു പ്ലേറ്റിൽ മഞ്ഞ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഉള്ളിടത്ത് ബ്രെഡ് ഇതേപോലെ സ്ലൈസ് ആക്കി സൈഡിൽ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് പിസ്സ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ, ഒലിവ് ഇതെല്ലാം കൂടി നമ്മൾ കുറച്ചധികം ഞങ്ങൾ എടുത്തിട്ട് എല്ലാം ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടോ. ടൊമാറ്റോ അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മാറ്റിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ സവോള, ചെറിയൊരു സവോള സ്ക്വയറായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒലിവ് എല്ലാം കുറച്ച് അധികം ഒലിവ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒലിവ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം സ്ലൈസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസേജ് സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് സോസേജും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 15 മിനിറ്റോളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത സോസേജാണ് കേട്ടോ. അതിനുശേഷമാണ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ചീസ് കൂടുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പിസ്സ കഴിക്കാനായിട്ട്. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഒഴികാനോ കൂടി ഈ ഒരു പിസ്സയുടെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പിസ്സയുടെ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുക ഒഴികാനോ കൂടി ചേർത്ത് കൊടുക്കുമ്പം. അപ്പോൾ ഇതാ നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പിസ്സ ഓപ്ഷനിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഞാൻ പിസ്സ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി കട്ടിയാവും. അതുകൊണ്ട് ഓവർ കുക്കിങ് വേണ്ട. ജസ്റ്റ് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ അവിടെ കേക്ക് അടിച്ചു തുടങ്ങി. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ നമ്മുടെ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി, പിസ്സയെല്ലാം നല്ല അടിപൊളിയായി, കാണാൻ തന്നെ എന്ത് മൊഞ്ചാണല്ലേ. അപ്പം ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചൂടോടുകൂടി കഴിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ നോർമലായിട്ട് പിസ്സ എങ്ങനെ കഴിക്കുന്നോ അതേ ടേസ്റ്റിലായിരിക്കും ഈ ഒരു ബ്രെഡ് പീസയും. കുറച്ച് അധികം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്ര അധികം സോസേജും ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് ക്യാപ്സിക്കം, സവോള അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സോസേജ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കി എടുത്തത്. നെയ്ക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ബ്രെഡ് അല്ലാതെ ജസ്റ്റ് കുറച്ച് ക്യാപ്സിക്കം, ഒനിയനും മാത്രം വെച്ച് കൊടുത്തിട്ട് നെയ്യാനും ബ്രെഡ് പീസ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിക്കാൻ പാടാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ പീസ അല്ലേ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ പീസ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.